ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് നമ്മുടെ നാട്ടിലെ വളരെ രുചികരമായ ഒരു വിഭവമാണ് കേട്ടോ. നത്തോലി, കൊഴുവ അല്ലെങ്കിൽ ചൂട എന്നൊക്കെ പറയുന്ന മീൻ കൊണ്ടുള്ള ഒരു മീൻ പീരയാണ് നമ്മളുടെ ഇന്നത്തെ റെസിപ്പി. ചൂട് ചോറിൻ്റെ കൂടെയും അതുപോലെ കഞ്ഞിയുടെ കൂടെയും ഇനി കപ്പയുടെ കൂടെ ആണെങ്കിൽ പോലും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു നാടൻ റെസിപ്പിയാണ് കേട്ടോ ഇത്. അധികം മസാലകളൊന്നും തന്നെ നമ്മളിതിന് ചേർത്തിട്ടില്ല. അതുപോലെ തന്നെ തേങ്ങയുടെ രുചിയും മീനിന്റെ സ്വാഭാവിക സ്വാദും നിലനിർത്തി തന്നെയാണ് നമ്മൾ ഇന്ന് ഈ മീൻ പീര തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ മീൻ പീര തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ആദ്യം മീൻ തലയും വാലും കളഞ്ഞ് നല്ലതുപോലെ വൃത്തിയാക്കി എടുക്കുക. മീനിന്റെ മണം കേട്ട ആദ്യം ഓടിയെത്തുന്നത് ഇവനാണ് കേട്ടോ. ഇപ്പം ഞാൻ എന്താണ് ഉണ്ടാക്കുന്നതെന്ന് അറിയാനാണ് കക്ഷി വന്നിരിക്കുന്നത്. മിക്കവാറും ഇപ്പോൾ ഇവിടെ ഒരു ടെസ്റ്റിംഗ് തന്നെ നടക്കും. മീനിന്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയാനുള്ള ടേസ്റ്റ് ടെസ്റ്റിംഗ്. എൻ്റെ കണ്ണൊന്ന് തെറ്റിയാൽ അപ്പം തന്നെ പുള്ളി മീനും കടിച്ചുകൊണ്ട് പോകും. ഓക്കെ, നമുക്കിനി റെസിപ്പിയിലേക്ക് വരാം. അപ്പം അതിനായിട്ട് നമ്മൾ നല്ലതുപോലെ വൃത്തിയാക്കി മീൻ നന്നായി കഴുകിയെടുക്കുക. ഒരു 2-3 പ്രാവശ്യം കഴുകിയെടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് 3-4 ചെറിയ ഉള്ളിയാണ്. അത് വട്ടത്തിൽ നമ്മൾ അരിഞ്ഞെടുക്കുക. അതുപോലെ ഒരു എരിവില്ലാത്ത പച്ചമുളക് വേണം കേട്ടോ. അത് നമ്മൾ നീളത്തിൽ അരിഞ്ഞെടുക്കുകയാണ് വേണ്ടത്. ഇനി നമുക്ക് 3-4 അല്ലി വെളുത്തുള്ളി വേണം. ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ 5-6 വെളുത്തുള്ളിയൊക്കെ നമുക്ക് എടുക്കാം. അത് നമ്മൾ ചെറുതായിട്ട് അരിയുക. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയുണ്ട്, അത് നമ്മൾ നീളത്തിൽ അരിഞ്ഞെടുക്കുകയാണ് വേണ്ടത്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി വേണം കേട്ടോ. ഇത്രയാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി ഒരു മൺചട്ടി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ചുവട് കട്ടിയുള്ള ഒരു പാത്രം എടുത്ത് മീൻ അതിൽ നിരത്തിയിടുക. ഇനി പീരയ്ക്ക് വേണ്ട തേങ്ങാക്കൂട്ട് തയ്യാറാക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങാക്കൊത്ത് ചേർത്ത് അതിലേക്ക് 2-3 അല്ലി വെളുത്തുള്ളി ചേർക്കുക. ഒരു 1/4 സ്പൂണോളം കുരുമുളകും 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി അല്ലെങ്കിൽ സാധാരണ മുളക് പൊടി ചേർത്ത് നന്നായി ഇളക്കി വെള്ളം ഒട്ടും ചേർക്കാതെ തന്നെ ചതച്ചെടുക്കുക. ഇത് ഒരു പേസ്റ്റ് പോലെ അരയരുത്, ഒന്ന് തരിതരിപ്പായി ഇരിക്കുന്നതാണ് മീൻ പീരയ്ക്ക് ഏറ്റവും നല്ലത്. ഇനി പീരയ്ക്ക് വേണ്ട ഈ തേങ്ങാക്കൂട്ട് കുറേശ്ശെയായി നമുക്ക് മീനിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുകൂടാതെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചുവന്നുള്ളി, അതുപോലെ കുറച്ച് കറിവേപ്പിലയും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 2-3 കഷ്ണം കുടംപുളിയും ചേർത്ത് കൊടുക്കണം. കുടംപുളി മുൻകൂട്ടി കഴുകി വെള്ളത്തിൽ കുതിർത്ത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതുപോലെ രുചിയും അതുപോലെ നല്ല പുളിയും കിട്ടും. ഇനി ഏകദേശം 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ നമുക്ക് വെള്ളം ചേർക്കാം. സാധാരണ പീരയ്ക്ക് അധികം വെള്ളം ആവശ്യമില്ല. തേങ്ങയിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങുന്നത് കൊണ്ട് നമ്മൾ വളരെ കുറച്ച് വെള്ളം ചേർത്താൽ മതിയാകും. 1 സ്പൂൺ പച്ചവെളിച്ചെണ്ണ കൂടി ചേർത്ത് കൈകൊണ്ട് മീൻ ഉടയാതെ നന്നായി ഇത് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ഒരു മീഡിയം തീയിൽ പാത്രം അടച്ചു വെച്ച് 2-3 മിനിറ്റ് മീൻ നന്നായി വേവിക്കുക. ഈ സമയമാകുമ്പോഴേക്കും മീൻ നന്നായി വെന്ത് കറിയിലെ വെള്ളം കുറുകി തുടങ്ങും. ഈ സമയത്ത് നമുക്ക് തവി ഉപയോഗിച്ച് ഇളക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇളക്കിയാൽ നത്തോലി വളരെ പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകും. അതുകൊണ്ട് 2 കൈ കൊണ്ടും പാത്രം പിടിച്ച് വളരെ പതുക്കെ ഒന്ന് ചുറ്റിച്ചാൽ മതി. വെള്ളം നന്നായി വറ്റി തേങ്ങയും മീനും ഒന്നായി കഴിയുമ്പോൾ ഒരു പാൻ ചൂടാക്കാൻ വെച്ച് അതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് നന്നായി ചൂടാകുമ്പോൾ 1 സ്പൂൺ കടുകും 2-3 അല്ലി അരിഞ്ഞ വെളുത്തുള്ളിയും കറിവേപ്പിലയും ചേർത്ത് നല്ലതുപോലെ മൂപ്പിച്ച ശേഷം കറിയിൽ ഒഴിച്ച് ചെറുതായി ഇളക്കി എടുക്കുക. ഇനി 2 മിനിറ്റ് ചെറു തീയിൽ വച്ച ശേഷം തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ രുചികരമായ മീൻ പീര തയ്യാറായി കഴിഞ്ഞു.